കുറച്ച് പച്ചക്കറി ഉണ്ട്, ഞാനത് വെച്ചിട്ടൊരു സാമ്പാർ ഉണ്ടാക്കുകയാണ്. വെള്ളരി, മത്തൻ, വലിയ ഉള്ളി ഒന്ന്, ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, വെണ്ട, തക്കാളി, പച്ചക്കായ, ഇതെല്ലാം വെച്ചിട്ട് ഇനി ഒരുപാട് പച്ചക്കറികളൊക്കെ വേണം കേട്ടോ സാമ്പാറിലേക്ക്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ എത്ര പച്ചക്കറികളോ അത് വെച്ചിട്ടാണ് ഞാൻ ഒരു സാമ്പാർ ഉണ്ടാക്കുന്നത്. ഞാൻ ഈ കഷ്ണങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പരിപ്പ് നമ്മൾ ഇതിലേക്ക് ഇത്രയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു 50 ഗ്രാം പരിപ്പുണ്ടാവും. ഞാൻ ഈ പരിപ്പ്, ചേന, ഈ അരിഞ്ഞ് വെച്ച പച്ചക്കറികൾ ഇതെല്ലാം കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ്. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കാണാണ് നമ്മളിത് അടുപ്പത്ത് വെക്കണം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാനിതെല്ലാം വറുക്കാൻ പോവുകയാണ്. വെളുത്തുള്ളി, ഉലുവ 1/4 ടീസ്പൂണ്, ചെറിയ ജീരകം 1/4 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂണ്, സാമ്പാർ പൊടി 2.5 ടീസ്പൂണ്, മല്ലിപ്പൊടി 2.5 ടീസ്പൂണ്, തേങ്ങ ഒരു തേങ്ങയുടെ പകുതി അര. ഇത്രയും സാധനങ്ങളാണ് ഞാൻ വറുത്ത്. ഈ വെണ്ട വറുത്തിട്ടാണ് കറിക്ക് ഇടുക കേട്ടോ, അല്ലെങ്കിൽ കൊഴുപ്പായിരിക്കും, പിന്നെ അല്ലെങ്കിൽ നല്ലപോലെ ഉടഞ്ഞു പോവും. അതിന് വേണ്ടി അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വറുത്തിടുന്നത്. വറുക്കാതെ ഇടുക, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനപ്പോൾ കുറച്ച് പുളി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സാമ്പാറിലേക്ക് പുളിയൊക്കെ ഒഴിക്കാനുണ്ട്, കുറച്ച് മതി. ഞാനിപ്പോൾ ഒരു പാനൊക്കെ വെച്ചുകൊണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് ഉലുവയാണ് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പറയാം, ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം ഇത് നമ്മൾ ഒന്ന് അതിൽ കടന്ന് ചൂടാവാനുണ്ട്, എന്നിട്ട് വേണം തേങ്ങ ഇടാൻ കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ തേങ്ങയൊക്കെ കുറച്ച് വറവാകാൻ ഒരു ഹാഫ് വറവാകുമ്പോൾ നമ്മളാ പിന്നെ മസാലപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലാണ് സാമ്പാർ വെക്കാറുള്ളത് കേട്ടോ. വെറും സാമ്പാർ പൊടി ഇട്ട് പല സൈസ് സാമ്പാറുണ്ട്. ഞാനിതിലേക്ക് കായപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ചെറിയ ജീരകം എല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്ത് ചോക്ക വറക്കണം. അപ്പോൾ ഇതെല്ലാം വറവായിട്ടുണ്ട്, നല്ലതുപോലെ വറവായിട്ടുണ്ട്. കറിവേപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ നമ്മൾ അരച്ചിട്ട് നമ്മൾ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്ക് വറുക്കാൻ വേണ്ടി ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചുകൊണ്ട് വറുത്തെടുക്കണം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്താൽ മതി കേട്ടോ. ആ പച്ച കൊഴുപ്പൊന്ന് കുറഞ്ഞിട്ടാണ്. എന്നിട്ട് നമ്മൾ കറിയിലേക്ക് ഇട്ടാൽ ഒറ്റ വെണ്ടയും ഉടയൂല. അപ്പോൾ ഞാനീ തേങ്ങ അരച്ച് മിക്സിയിൽ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കുക്കറിലേക്ക് ഒഴിക്കുകയാണ്.
ഞാൻ ഈ പുളി ഉണ്ടല്ലോ, ഈ പുളി നല്ലതുപോലെ തിരുമ്മി അതിൻ്റെ പുളിച്ചാറൊക്കെ എടുത്ത് അതും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പുളിയും ബാക്കിയുള്ള അരവൊക്കെ ചേർത്ത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടതിന് നല്ലപോലെ ഇളക്കി തിളപ്പിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി പൊടിച്ചതാണ് ചേർത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കറിയൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട് കേട്ടോ. ഞാനിതിലേക്ക് ഈ വറുത്ത് വെച്ച വെണ്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ കറിയൊക്കെ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കടുക് കറിവേപ്പിലയും വറുത്തിട്ടാൽ മതി. ഈ വെണ്ട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം ഒന്ന് തിളച്ചാൽ മതി. നമ്മളെ സാമ്പാറൊക്കെ നല്ലതുപോലെ വെട്ടി തിളക്കുന്നുണ്ട്. നമ്മൾ വെണ്ടയൊക്കെ നമ്മൾ വറുത്തതുകൊണ്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലർ ഉള്ളിയും ഇടാറുണ്ട്. ഞാൻ കടുക് മാത്രമേ ഇടുന്നുള്ളൂ. ഇതൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ 2 വറ്റൽമുളക്, കറിവേപ്പില, നല്ല രുചികരമായ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ട്രൈ ചെയ്ത് നോക്കൂ. ഉച്ചക്കും രാത്രിയിലും രാവിലെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കഴിക്കാം. നമുക്ക് സാമ്പാറാകുമ്പോൾ 2 ദിവസത്തിനൊക്കെ ഉണ്ടാക്കി വെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാൽ കേടൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ടേസ്റ്റിയായ സാമ്പാർ റെഡി.